നമസ്കാരം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഏറ്റവും വലിയ ചർച്ച എന്താണെന്നറിയോ? മറ്റൊന്നല്ല, അയോധ്യയിൽ രാമക്ഷേത്രം പണിതു. അവിടെ പ്രതിഷ്ഠാ ചടങ്ങ് നടക്കാൻ പോവാണ് അടുത്ത ദിവസം. ഇപ്പോൾ ഭരിക്കുന്ന ഭരണകൂടം അവരുടെ ഏറ്റവും വലിയ പ്രസ്റ്റീജ് സംഭവമായിട്ടാണ് അയോധ്യയിൽ രാമക്ഷേത്രം പണിയുന്നതും ആ രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തുന്നതൊക്കെ. പ്രതിഷ്ഠ ഇത്ര തിരക്ക് പിടിച്ച് നടത്തുന്നതിൻ്റെ പിന്നിലുള്ള കാരണം അത് വരുന്ന ലോക്സഭാ ഇലക്ഷനാണ് എന്ന് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ അമ്പലത്തിൻ്റെ ചടങ്ങിലേക്ക് ക്ഷണിച്ച പല സന്യാസികളും ആ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല. ഒരു മത ഗ്രന്ഥങ്ങളിൽ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഒരമ്പലത്തിൻ്റെ പണി പൂർത്തിയാവാതെ അവിടെ പ്രതിഷ്ഠ നടത്താൻ പാടില്ല. അങ്ങനെ അമ്പലത്തിൻ്റെ രാമക്ഷേത്രത്തിൻ്റെ പണി പൂർത്തിയാവാതെ അവിടെ പ്രതിഷ്ഠ നടത്തുമ്പോൾ അതിൽ പങ്കെടുക്കേണ്ടതില്ല എന്നാണ് തങ്ങളുടെ തീരുമാനം എന്ന് പല സന്യാസികളും പറഞ്ഞതായിട്ട് കഴിഞ്ഞ ദിവസമൊക്കെ വാർത്തയിലൊക്കെ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ അയോധ്യയുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലേക്ക് വരാൻ കാരണം, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ച നടക്കുന്നൊരു സംഭവമുണ്ട്. അയോധ്യയിൽ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ദിവസം കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥാപനങ്ങൾക്കെല്ലാം ഉച്ചവരെ, അതായത് 2:30 വരെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു ജനാധിപത്യ രാജ്യത്ത്, ഒരു ജനാധിപത്യ സംവിധാനത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ തന്നെ ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ ആരാധനാലയം നിർമ്മിക്കാനും ആ ആരാധനാലയത്തിൻ്റെ പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ആളുകളെ ക്ഷണിക്കാനുമൊക്കെ മുന്നിട്ടിറങ്ങുമ്പോൾ കേന്ദ്ര സർക്കാർ ഇങ്ങനെ ഒരു അവധി പ്രഖ്യാപിക്കുക കൂടി ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ മറ്റ് മതവിഭാഗത്തിലുള്ള ആളുകൾ നാളെ അവരുടെ ആരാധനാലയം പണിയുന്ന സമയത്തും ഈ നാട്ടിലെ ഗവൺമെൻറ്, അതായത് കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥാപനങ്ങൾക്കെല്ലാം അവധി കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ കൊടുക്കേണ്ടി വരും. കാരണം അതൊരു കീഴ്വഴക്കമായിട്ട് മാറും. നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിഭാഗം ജനങ്ങളും വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ഒരു രാജ്യമാണ്. ജനാധിപത്യ രാജ്യമാണ്. ജനാധിപത്യ വ്യവസ്ഥയിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരാണ് നിലവിലുള്ളത്. പക്ഷേ നിർഭാഗ്യവശാൽ ഇങ്ങനെ ഒരു സംഭവം നടന്നു. അത് എങ്ങനെയാണ് ഇനി അതിനെ മുന്നോട്ട് നയിക്കുക എന്നതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല. കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ വലിയ ചർച്ച നടക്കുകയാണ്. അതിന് തൊട്ട് പുറകെ തന്നെ സംസ്ഥാന BJPയുടെ പ്രസിഡന്റ് K. സുരേന്ദ്രൻ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്, സംസ്ഥാന സർക്കാർ ഇവിടുത്തെ സർക്കാർ സ്ഥാപനങ്ങൾക്കെല്ലാം അവധി പ്രഖ്യാപിക്കണം. രാമനും രാമായണവും ഒക്കെ വളരെയധികം അലിഞ്ഞു ചേർന്നിട്ടുള്ള നാടാണ് കേരളം. ഇവിടുത്തെ മലയാളികളുടെ മനസ്സിൽ അത്രമാത്രം അത് എന്താ പറയുക അലിഞ്ഞു ചേർന്ന സംഭവങ്ങളാണ്. അതുകൊണ്ട് രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ദിവസം സംസ്ഥാന സർക്കാർ ഇവിടെ അവധി പ്രഖ്യാപിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ലോക ചരിത്രത്തിൽ ഒരു സ്ഥലത്തും ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ ആരാധനാലയത്തിൽ പ്രതിഷ്ഠ, ഏതെങ്കിലും ഒരു ആരാധനാലയം, അതായത് രാജ്യത്തെ ഏതെങ്കിലും ഒരു ആരാധനാലയത്തിൽ ഒരു പ്രതിഷ്ഠ നടക്കുന്ന ദിവസം ആ രാജ്യത്തെ ഭരണ സംവിധാനത്തിന് മൊത്തം അവധി കൊടുക്കുക എന്ന് പറയുന്നത് ആദ്യത്തെ സംഭവമായിട്ടായിരിക്കും. ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ ഒരു പ്രത്യേക മതവിഭാഗത്തിന് ഒരു ആരാധനാലയം പണിയാനും അതിൻ്റെ മുന്നിൽ നിൽക്കാനും ഒക്കെ തയ്യാറെടുക്കുന്ന ഒരുപക്ഷെ നമ്മുടെ ഇന്ത്യയിൽ മാത്രമായിരിക്കും ഇതുണ്ടാവുക. ലോകത്ത് അമ്പലങ്ങളും പള്ളിയോ എന്താ പറയുക ജാതിയും മതവും പോലും ഇല്ലാത്ത രാജ്യങ്ങളുള്ള ഇതാണ് നമ്മുടെ ഈ വേൾഡ് എന്ന് പറയുന്നത്. പല സ്ഥലങ്ങളിലും അതിനൊന്നും വലിയ പ്രാധാന്യമൊന്നുമില്ല. പക്ഷേ ഇപ്പോഴും നമ്മൾ വലിയ ജനസംഖ്യയിൽ മുന്നിൽ നിൽക്കുന്നു. നമ്മൾ പക്ഷേ ആരാധനയും മറ്റു കാര്യങ്ങളിലൊക്കെ അതിൻ്റേതായ രീതിയിലും നമ്മൾ പോകുന്നുണ്ട്. ആരാധിക്കുന്നവർ ആരാധിക്കട്ടെ. പിന്നെ എന്താ പറയുക, അതിൻ്റെ പേരിൽ പരസ്പരം വഴക്ക് കൂടാതിരിക്കുക, തല്ലുകൂടാതിരിക്കുക, എന്താ പറയുക കൊലയും മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കുക. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന വലിയ വാക്പോര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. കേന്ദ്ര സർക്കാർ എന്തിന് അവധി പ്രഖ്യാപിച്ചു എന്നതാണ് ചോദ്യം. നാളെ മുസ്ലിംസ് അവരുടെ ഒരു മോസ്ക് പണിയുന്ന സമയത്ത് അവർ വന്ന് ചോദിക്കും, ക്രിസ്ത്യൻസ് ചർച്ച് പണിയുന്ന സമയത്ത് അവർ വന്ന് ചോദിക്കും. ആ സമയത്തെല്ലാം അവധി പ്രഖ്യാപിക്കേണ്ടി വരും എന്നതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ പറയുന്നത്. എന്തായാലും ഇത് ഒരു ആരാധനാലയം പണിയുന്നതാണെങ്കിലും തിരക്ക് പിടിച്ച് ഇത്ര പെട്ടെന്ന് അതിൻ്റെ കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കി അമ്പലത്തിൻ്റെ പണി പൂർത്തിയാകുന്നതിന് മുമ്പ് അവിടെ ഒരു രാമക്ഷേത്രം തയ്യാറാക്കി അവിടെ പ്രതിഷ്ഠ നടത്തുന്നുണ്ടെങ്കിൽ അതൊരു വോട്ട് ബാങ്ക് പ്രതിഷ്ഠയാണ്. അതല്ല എങ്കിൽ അവർക്ക് പതുക്കെ പണിയൊക്കെ തീർത്ത് കഴിഞ്ഞിട്ട് കൃത്യമായിട്ട് പ്രതിഷ്ഠയൊക്കെ നടത്തിയാൽ മതിയായിരുന്നു. പക്ഷേ പലരും പറയുന്നത് പോലെ ഇത് വോട്ട് കണ്ടിട്ടുള്ള രാമൻ്റെ പ്രതിഷ്ഠയാണ്, അതല്ലാതെ ആരാധന മൂത്തിട്ടുള്ള രാമൻ്റെ പ്രതിഷ്ഠയല്ല എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയ കമൻറ്റ് വരുന്നത്. ഒരുപക്ഷെ അതിന് നമ്മൾ അംഗീകരിച്ച് കൊടുക്കേണ്ടി വരും. കാരണം പല സന്ദർഭങ്ങളിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ വളരെ പ്രത്യേകതയോട് വളരെ എന്താ പറയുക സ്പീഡായിട്ട് ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകും. ഇതിൻ്റെ തൊട്ട് പുറകായിട്ട് ലോക്സഭാ ഇലക്ഷൻ പ്രഖ്യാപിക്കും എന്നതാണ് അതിൻ്റെ അർത്ഥം. അത് മനസ്സിലാവുന്നവർക്ക് മനസ്സിലാക്കുക. ഇതൊരു രാഷ്ട്രീയ അജണ്ടയായിട്ട് മാത്രം കണ്ടാൽ മതി. ഇതിൻ്റെ പേരിൽ ആരും വഴക്കുണ്ടാക്കരുത്, ആരും അടിയുണ്ടാക്കരുത്, സോഷ്യൽ മീഡിയയിൽ നിന്നും തല്ലുണ്ടാക്കരുത് എന്ന് മാത്രം പറയാനുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കാലം തെളിയിക്കും.